ഞാൻ ഓരോ കാറ്റഗറിയും എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാറ്റഗറി, ദിസ് ഈസ് എ ഫാമിലി ഫ്രെയിംവർക്ക്. ഈ ഫാമിലി ഫ്രെയിംവർക്കിൽ ഞാൻ ഹസ്ബൻഡിനെയും വൈഫിനെയും മാത്രമേ ഇപ്പോൾ വരയ്ക്കുന്നുള്ളൂ. പിള്ളേരെ നിങ്ങൾ വരച്ചോളൂ. അപ്പോ ഈ ഫാമിലി ഫ്രെയിംവർക്കിൽ ഹസ്ബൻഡ് വൈഫ്, ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിംവർക്കിൽ നിങ്ങൾ കാണുന്ന ഈ ഹസ്ബൻഡും വൈഫും, ഈ ഇതിന് ഒരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, പിന്നെ പാരലൽ ആണ്, പാരലൽ, ഓക്കെ സമാന്തരമാണ്. പിന്നീട് നോ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നോ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. മനസ്സിലാകുന്നു? യാതൊരു വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെന്റും ഇല്ല. രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്. ഭർത്താവ് ഇൻഡിപെൻഡന്റ് ആണ്, ഭാര്യ ഇൻഡിപെൻഡന്റ് ആണ്, മക്കളും ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ ഒരു വഴി, അമ്മ മറ്റൊരു വഴി, മക്കള് വേറൊരു വഴി. നല്ല കുടുംബം, നല്ല കുടുംബം. ആർക്കും ആരോടും വിധേയത്വമില്ല. അപ്പൻ അവിടെ പോയി, ഞാൻ ഒരിക്കലൊരു അമ്മയെ വിളിച്ച് ചോദിച്ചു, ആന്റി അങ്ങോട്ടോ അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇവര് തമ്മിൽ ഒരിക്കലും ഒരു കൺവേർജൻസ് ഇല്ല. നോ കൺവേർജൻസ്. മനസ്സിലാവണം? ഒരു കൺവേർജൻസ് ഇല്ല. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേരലില്ല, ഒരിക്കലും ഒരു കൂടിച്ചേരലില്ല. ആ വീട്ടിലൊക്കെ ചെന്നാൽ ഭർത്താവിനൊരു മുറി, ഭാര്യയ്ക്ക് മറ്റൊരു മുറി, മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ മുറി. ഇപ്പൊ നമുക്ക് അങ്ങനെയാണല്ലോ. പണ്ട് 10 എണ്ണം ഒരു മുറിയിൽ കിടന്നിടത്ത് ഇന്ന് 10 മുറി കൂടെ കിടക്കാൻ 2 എണ്ണേ ഉള്ളൂ. ഒരു മുറിയിൽ 10 എണ്ണം കിടക്കുമായിരുന്നു. ഇപ്പോഴോ 10 മുറിയിൽ കൂടെ കിടക്കുന്ന എത്ര പേര്? 2 എണ്ണം. നോ കൺവേർജൻസ്. ഈ ഭാര്യയും തമ്മിൽ ഒരിക്കലും, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. അവർ തമ്മിൽ യാതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല, ഒന്നുമില്ല. അയാൾക്ക് തോന്നുന്ന വഴി അയാൾ പോകും, ഭാര്യയ്ക്ക് തോന്നുന്ന വഴിയെ വിദ്യാഭ്യാസം തോന്നോ, അല്ലെങ്കിൽ വേറെ എന്തോന്നോ, മഹിളാ സമാജമെന്നോ, തൊഴിലുറപ്പെന്നോ അതൊക്കെ പറഞ്ഞ് അവരോട് വന്ന് പോകുക. ഇയാൾ എവിടെ പോയെന്ന് നമുക്കും അറിയത്തില്ല, അവരെവിടെ പോയെന്ന് അയാൾക്കും അറിയത്തില്ല. പിന്നെ ഉറങ്ങുന്നതൊരു വീട്ടിലാണ്. എൻ്റെ ഒരിക്കല് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അതാണ് കുടുംബങ്ങൾ. ഇതൊരു ക്രോസ് സെക്ഷനാണ്. ഇന്ന് സമൂഹത്തിലുള്ള ഒരു ക്രോസ് സെക്ഷനാണ്. അവരവർക്ക് അവരോട് വലിയാണ്. രണ്ടാമത്തെ ഒരു സെക്ഷനും രണ്ടാമത്തത് കാറ്റഗറിയും. അവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെ വഴിയാണ്. എന്നാൽ ജസ്റ്റ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രം, ജസ്റ്റ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രം, വൈകാരികമായ ഒരടുപ്പം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകും. അത്ര മാത്രമുള്ള ഒരു അറ്റാച്ച്മെന്റേ ഉള്ളൂ. അതിനപ്പുറമായ ലവ് റിലേഷൻഷിപ്പ് ഇല്ല, കെയറിങ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രം. ഇതിനാണ് ഇൻഡിപെൻഡന്റ് ബട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇമോഷണലി അറ്റാച്ച്ഡ് റിലേഷൻഷിപ്പ്. ജസ്റ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ഭക്ഷണ കാര്യം നടക്കണം, ശാരീരികമായ മറ്റു കാര്യങ്ങൾ നടക്കണം. ഇതിനപ്പുറമായി യാതൊരു വിധമായ ലവ് റിലേഷൻഷിപ്പ് അവിടെ ഇല്ല. ഇതാണ് ഒരു സെക്കൻഡ് കാറ്റഗറി.
മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു ഭാര്യ ഭർത്താവ് കൂടെ കൗൺസിലിങ്ങിന് വരിക. കാറ് വാങ്ങിയത് നിന്നോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? മോനെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ചോദിക്കാതെ ചെയ്ത വീട്ടിൽ വരുമ്പോഴേ ചോദിക്കുന്നു. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാതെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഒരു കാര്യം ചെയ്താൽ ഡു യു ലൈക്ക് ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടമാവൂ? അപ്പോ ഇത് ഒരു രണ്ടാമത്തെ കാറ്റഗറിയാണ്. മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി, അതായത് ഇതിന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഫാമിലി. ഡിപ്പെൻഡന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുക. ഡിപ്പെൻഡന്റ് റിലേഷൻഷിപ്പ് മനസ്സിലാകുന്നു? ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവൾക്ക് എവിടെ വരെ ഉള്ളൂ വരാൻ അനുവാദം? അടുക്കള വാതിൽ വരെ വരാൻ അനുവാദമുള്ളൂ. അകത്തു നിന്നേ ഇങ്ങനെ നോക്കാൻ അനുവാദമുള്ളൂ. ഈ പുള്ളിയാണ് അവിടുത്തെ സകലവും എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഡോമിനേറ്റഡ് ഫാമിലി. ഞാൻ പറയുന്ന പോലെ മതി ഇവിടെ, ഞാൻ പറയുന്ന പോലെ പോകാൻ താല്പര്യമുള്ളവർ ഇവിടെ നിന്നാ മതി. അത് ഭാര്യ ആയാലും മക്കളായാലും. എന്താ നിങ്ങളൊക്കെ ഡിപ്പെൻഡന്റ് ആണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എന്റെ കാര്യങ്ങൾ നടത്തി തന്ന ഇവിടെ നിൽക്കാൻ മനസ്സുള്ളവര് നിന്നാ മതി. ഡിപ്പെൻഡന്റ് ഫാമിലി റിലേഷൻഷിപ്പ്. ഭാര്യയ്ക്ക് ഒരു റോളും ഇല്ല. ആർപ്പാട്ടുള്ള റോള് വിശന്ന് കയറി വരുമ്പോൾ ഭക്ഷണം കൊടുത്തോണം, പിന്നെ അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തോണം. അതിനപ്പുറമായിട്ട് മനസ്സിലാവും. കഴിഞ്ഞ 8 ദിവസത്തിനകത്ത് മുമ്പ് എന്റെ ഇഷ്ടം പുരുഷന്റെ ഇഷ്ടമേ അവിടെ നടക്കുള്ളൂ. ഡോമിനേറ്റഡ് ഫാമിലിയാണ്. അതായത് ഹസ്ബൻഡ് ഈസ് ഡോമിനേറ്റഡ് ഇൻ ഓൾ. വൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒൺലി എ ഡിപ്പെൻഡന്റ് പേഴ്സൺ ആണ്. ഡിപ്പെൻഡന്റ് പേഴ്സൺ. സത്യം പറഞ്ഞാൽ പല ഭാര്യമാരും പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കൂടെ നിൽക്കുക. പോകാൻ സ്ഥലമില്ല, അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ആരും ഇല്ല. ഇനി സഹോദരങ്ങളുടെ വീട്ടിലോട്ട് വല്ല നിന്നാ കയറ്റു. അതുകൊണ്ട് എന്തെങ്കിലും വരട്ടെ, അങ്ങ് നിന്നേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് നിന്ന് പോകുക. പ്രിയമുള്ളവരെ, മനസ്സിലാവുന്നത്? നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്. ഇതിന്റെ പേരാണ് ഡിഫ്യൂസ്ഡ് റിലേഷൻഷിപ്പ്. എന്താ ഡിഫ്യൂസ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പക്ഷെ ഒരാള് മറ്റൊരാളുടെ ആധിപത്യത്തിൽ ഒരാൾ ഇല്ലാതായി പോവുക. ഒന്നീ ഭർത്താവിന്റെ ഡോമിനേഷനിൽ ഭാര്യ അവിടെ ഇല്ല. ഭാര്യ സൈലന്റാ. ഭാര്യ പുറത്തു പോലും കാണുന്നില്ല. അവൾക്ക് അടുക്കള വാതിലിൽ നിന്ന് പുറത്തു വരാൻ അനുവാദമില്ല. ആരും ബെല്ലടിച്ചാലും തുറക്കുന്ന ഹസ്ബൻഡാണ്. ആര് ഫോൺ വിളിച്ചാലും എടുക്കുന്ന ഹസ്ബൻഡാണ്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടോട്ടലി ഡോമിനേറ്റഡ് ബൈ ഹസ്ബൻഡ്. ഭാര്യയ്ക്ക് അവിടെ യാതൊരു റോളും ഇല്ല. ഡിഫ്യൂസ്ഡ് റിലേഷൻഷിപ്പാണ്. ചിലയിടത്ത് അതിന് പകരം ഭാര്യയായിരിക്കും ഡോമിനന്റ്. ഭാര്യ ഡോമിനന്റ് ആകും, ഭർത്താവ് സൈലന്റ് ആണ്. ബെല്ലടിച്ചാൽ തുറക്കുന്നത് ഭാര്യ, ഫോൺ ബെല്ലടിച്ചാൽ എടുക്കുന്നത് ഭാര്യ, ആരോടെങ്കിലും സംസാരിക്കുന്നത് ഭാര്യ. ഭാര്യയാണ് അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ്. ഈ പാവം ഡിഫ്യൂസ്ഡ് റിലേഷൻഷിപ്പ്. മനസ്സിലാവും? അങ്ങനെയോടെ നമ്മൾ പറയും അവളാണ് അവിടുത്തെ അയാള്. അവളാണ് അവിടുത്തെ അയാള്. മനസ്സിലാവും? ഇതാണ് ഡിഫ്യൂസ്ഡ് റിലേഷൻഷിപ്പ്. ഒരാളുടെ
ഒരാളുടെ ആധിപത്യത്തിൽ മറ്റേയാൾ ഇല്ലാതായി പോവുക. ആലോചിച്ച് നോക്കണം സ്ഥിതി. ഇതാണ് ഒരു നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും വസ്ത്രത്തിൽ എന്താ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല, ലവ് റിലേഷൻഷിപ്പ് ഇല്ല, എന്താ കെയറിങ് ഇല്ല, ഒന്നുമില്ല. പിന്നെ അത് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നു? കുടുംബത്തിന്റെ യാതൊരു വിധമായ സന്തോഷം ഒന്നും ഇവരാരും അനുഭവിക്കുന്നില്ല. അഞ്ചാമത്തെ കാറ്റഗറിയാണ് ഹസ്ബൻഡ് വൈഫ്. ഈ റിലേഷൻഷിപ്പിന്റെ പേരാണ് ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ്. എന്താണ് ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? പരസ്പരാശ്രയത്വത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പ്. മ്യൂച്വലി ട്രസ്റ്റഡ് interdependent relationship, meeting their expectations. അവർക്ക് പരസ്പരമുള്ള പ്രതീക്ഷകൾ പൂർത്തീകരിക്കുകയാണ്. ഭർത്താവിൻ്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ഇടമായി ഭാര്യ മാറുകയാണ്. ഭാര്യയുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ആളായി ഭർത്താവ് മാറുകയാണ്. കുഞ്ഞുങ്ങളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ഇടമായി മാറുകയാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് അവിടെ മീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മ്യൂച്വലി ട്രസ്റ്റഡ് ആണ്. ഭർത്താവ് ഭാര്യയെ ട്രസ്റ്റ് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നു, മക്കൾ മാതാപിതാക്കളെ ട്രസ്റ്റ് ചെയ്യുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പിന്റെ പേരാണ് ഇൻഡിപെൻഡന്റ് മ്യൂച്വലി ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ്. മ്യൂച്വലി ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? There is a common space there. മനസ്സിലാകുന്നു? ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു കാണും. There is a common place. എന്താണ് ഇവിടെ? To share their feelings. To share their feelings. To share their love. They have the freedom to express. ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കും, ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും, മക്കൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കും, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കും. There is a space in between them. അവർ തമ്മിൽ ഒരിടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ഇതിനാണ് എന്താ പറയാ? മ്യൂച്വലി ട്രസ്റ്റഡ് റിലേഷൻഷിപ്പ്. ഇന്റർഡിപെൻഡന്റ് പരസ്പരാശ്രയത്വം. എന്താ പരസ്പരാശ്രയത്വം? എടീ നീ ഇല്ലാതെ എന്നെ കൊണ്ട് ഒക്കില്ല. ഭർത്താവ് പറയുക, ചേട്ടാ ചായനില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കുടുംബം, പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു കുടുംബം, പരസ്പരം അംഗീകരിക്കുന്ന ഒരു കുടുംബം. ഇതാണ് അഞ്ചാമത്തെ കാറ്റഗറി. ഇനി എൻ്റെ ചോദ്യം, ഈ 5 കാറ്റഗറിയിൽ where do you place your family? നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ഇതിൽ എവിടെ അടയാളപ്പെടുത്തും? എന്നോട് പറയണ്ട, സ്വയം ആലോചിച്ചാൽ മതി.